ചൂട് പാറുന്ന കടലക്കറി ഇതിൻ്റെ മേലിലോട്ട് ഒഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അസാധ്യ ടേസ്റ്റാണ്. പുട്ടിനുള്ളൊരു കടലക്കറി ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണിത്, ഭയങ്കര സിമ്പിൾ, ഒരു പ്രശ്നവുമില്ല. 1 പോട്ട് എന്ന് തന്നെ വേണം പറയാം. അപ്പം അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ചാൽ 1.5 കപ്പ് കടല കുതിർത്ത് വെച്ചതാണ്, ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, ചെറിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചതാണ്, ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം ചതച്ച് വെച്ചത്, ഒരു 4-5 പച്ചമുളക് ചതച്ച് വെച്ചത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൊത്ത്, അല്പം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി. ഇത്രയുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് എണ്ണയും ഉപ്പും ഒക്കെ അത്ര തന്നെ, കടുകും. ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചേരുവകളെല്ലാം എക്സെപ്റ്റ് ഫോർ കറിവേപ്പില നമുക്ക് ഈ പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ടൊമാറ്റോ, സവോള, തേങ്ങാക്കൊത്ത, സ്വല്പം കറിവേപ്പില, പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇതിനകത്തോട്ട് ചേർക്കാം. അതിനുശേഷം ഈ പൊടികളും ഇതിനകത്തോട്ട് ചേർക്കാം, എല്ലാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് കുക്കറിലൊന്ന് നല്ലപോലെ ഒരു 4-5 വിസിലിനടിക്കാം. കാര്യം പറയാൻ നേരത്തെ മറന്നുപോയി, ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്ക് കുക്കറിനകത്ത് ഒരു 4-5 വിസിൽ. അധികം വെള്ളം ഒന്നും പാടില്ല, നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ഒട്ടും ഉണ്ടാവില്ല, ചാറൊട്ടും ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു കറിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വെന്ത് വെള്ളം ഏകദേശം ഇല്ലാതാവണം. ഈ സമയത്ത് ഇനി നമുക്ക് ഇപ്പോൾ പാൻ ചൂടായി, നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ മടിയുള്ള സമയത്ത് ഇങ്ങനൊന്നും ചെയ്യാറില്ല. കടുക് വറുത്ത ആ കുക്കറിലോട്ട് തന്നെ ഇടുകയാണ് സാധാരണ ചെയ്യാറ്. ഇന്നിപ്പം ഒരു മൂടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ചട്ടിയിലൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു. കടുക്, പൊട്ടിക്കഴിയുമ്പോൾ ഒരു സ്വല്പം ഉലുവ, ഒരു ടീസ്പൂൺ. അധികം ഇടണ്ട, കഴിക്കായിരിക്കും. ഞാനങ്ങനെ അധികമൊന്നും ഇടാറില്ല. ഇച്ചിരി ഇട്ട് കഴിഞ്ഞിട്ട് കടുക് നല്ലപോലെ പൊട്ടി തുടങ്ങിയേക്കാം. അപ്പം നമുക്ക് ഈ ഉണക്കമുളകും ഇതും കറിവേപ്പിലയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം, തീ ഉറച്ചേക്കാൻ മറക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു സ്വല്പം കായപ്പൊടി, ഒരു മരുന്നിനുള്ള കായപ്പൊടി ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് മാറ്റാം. കണ്ട അവൻ്റെ കളറും ഒരു കുറുകിയിരിക്കുന്ന പാകവും. സിമ്പിളാണ്, പ്രോസസ്സ് സിമ്പിളാണ്, പക്ഷെ റിസൾട്ട് അടിപൊളിയാണ്. അത്രയ്ക്കും അസാധ്യ സ്വാദുള്ളൊരു സംഭവമാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ മറക്കണ്ട. അടച്ച് വെച്ച് ഒരു അല്പം സമയം നമുക്കൊന്ന് വേവിക്കാം, ഒന്നും കൂടെ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് മാത്രം. അതായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഒരു ചെറിയ സ്പൂൺ മസാലപ്പൊടി ലാസ്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അപ്പം മസാലയുടെ ടേസ്റ്റ് പിന്നെയും കിട്ടും. ഈ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇതിനൊരു ബൈറ്റ് ഉണ്ട് നമ്മൾ കഴിക്കുമ്പോൾ.
സംഭവം അടിപൊളിയാണ്, ഉണ്ടാക്കി നോക്കുക.